ഒരു പ്രേത സാന്നിധ്യങ്ങളെയും വെള്ളിപ്രതിമയിൽ ആവാഹിക്കാൻ പറ്റില്ല. അതിനൊരു ചടങ്ങുണ്ട്. മോക്ഷപ്രാപ്തിയേ ഉള്ളൂ. മോക്ഷപ്രാപ്തി കൊടുക്കുന്നത് പിതൃക്കൾക്ക് അന്നം വെച്ച് കൊടുക്കണം. കുറിയിട്ടവനെയൊക്കെ അടിച്ച് നിലംപരിശാക്കാമെന്ന് വിചാരിച്ചാൽ സന്താന പരമ്പരകളില്ലാന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മലമൂത്ര വിസർജനം കിടന്ന് മരിക്കേണ്ടി വരുന്നതിൻ്റെ തെളിവ് ഞാനത് കാണുന്ന ആളല്ലേ. സത്യത്തിൽ ഈ പരകായ പ്രവേശമൊക്കെ സാധ്യമാണ്. അവരെ കൊന്നതല്ല, അവർ സ്വയം അവരുടെ നിന്ന് കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അവരെ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവർ ഞാനൊന്ന് പകൽ പോയിരുന്നോട് അവിടെ രാത്രി പോകണം. അമാവാസി ദിവസം രാത്രി 2-ാം യാമത്തിൽ കറക്റ്റായിട്ട് പോയാൽ എൻ്റെ ചലനങ്ങൾ കേൾക്കാൻ പറ്റും. നീ അതിനകത്ത് ദിഗംബരൻ്റെ അടുത്ത് അവൾ പറയുന്നില്ലേ, നീ എത്ര ജന്മം ജനിച്ചാലും നിന്നെ ഞാൻ ഇല്ലാതാക്കിയിട്ടേ പോവുള്ളൂ, ഞാൻ നിന്നെ വിടില്ല എന്ന് പറയുന്നു. എന്താണ് ബലിസങ്കല്പം? എന്തിനാണ് ബലിയിടുന്നത്? ഈ ബലിക സങ്കല്പത്തിനെ കുറിച്ചൊന്നും അതിനൊക്കെ അപ്പുറം ഒരു സംഭവം. നമ്മളെങ്ങനെയാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? ബലി എവിടെ നിൽക്കട്ടെ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? നമ്മുടെ പൂർവികർ, നമുക്കറിഞ്ഞൂടാത്ത പൂർവികർ അല്ലേ, അച്ഛൻ്റെ അച്ഛൻ, അതിൻ്റെ അച്ഛൻ, അമ്മ, ആ പൂർവികരിൽ നിന്നാണ് നമ്മളിലേക്ക് വന്നത്. നിൻ്റെ മുഖം കണ്ടാൽ അപ്പൂപ്പനെ പോലെ ഇരിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ മുഖം ആണ് നിനക്കുള്ളത് എന്നെങ്ങനെ പറയുന്നത്? അവരുടെ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കൾ, അവർ സമ്പാദിച്ചത് അതിൻ്റെ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും തലമുറകളിലേക്ക് വന്നതിൽ നിന്നാണ് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത്. 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുകളും ചേർന്നതാണ് മനുഷ്യൻ്റെ ശരീരം. അതാണ് മെഡിക്കൽ സയൻസിൻ്റെ എംബ്ലം, നാഗത്തെ ഇങ്ങനെ വെച്ചേക്കുന്നത്. നമ്മുടെ ബീജങ്ങളെല്ലാം നാഗങ്ങളാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് ഇതൊക്കെ ഉത്ഭവിക്കുന്നത്. നമ്മുടെ ചിന്തകൾ ഉത്ഭവിക്കുമ്പോൾ നാഗം ഫണമുയർത്തും, അത് കാമാസക്തി ഉണ്ടാക്കും. അതുകൊണ്ടാണ് പൂർവികർ, ഞാൻ മറ്റേലേക്ക് വരാം, അതുകൊണ്ടാണ് പൂർവികർ വീടിൻ്റെ തെക്കേ ഭാഗത്ത് ഒരു കാവുണ്ടാക്കി നാഗപ്രതിഷ്ഠ നടത്തുന്നത്. ഇതൊക്കെ തള്ളിപ്പറയാൻ ഒരുപാട് പേര് കാണും. നാഗങ്ങളെ ആരാധിച്ചിരുന്നവർ. അതുകൊണ്ടാണ് നിൻ്റെ ശക്തി. ഇത് പരശുരാമൻ കമ്പലൻ എന്ന് പറയുന്ന നാഗത്തിന് പതിച്ചു കൊടുത്തതാണ് ഭൂമി. ഇവിടെ മനുഷ്യന് അവകാശമില്ല, നാഗങ്ങളുടെ ഭൂമിയാണ്. നാഗത്തിനെ തല്ലിക്കൊല്ലുകയോ നാഗത്തിനെ ഭീകരമായി കൊല്ലുവർക്ക് മഹാദുരന്തമാണ്, ഒരു സംശയമില്ല. നാഗക്കാവുകൾ വെട്ടിത്തെറിച്ച് വീട് വയ്ക്കുന്നവർക്ക് 3-ാം തലമുറ കൊണ്ട് സർവനാശം. ഇത് ഞാൻ പോയി നേരിട്ട് കാണുന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു കാവുണ്ടായിരുന്നില്ല, അതിവിടെ കൊണ്ടുപോയി, അതിനെ എടുത്ത് മണ്ണാർശാല കൊണ്ടുവച്ചു, അതുകൊണ്ട് വെട്ടിക്കാവ് വെച്ചു. അതിനെ ഒന്നും ആവാഹിച്ചാൽ പോകില്ല എന്നുള്ളൊരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. ഒന്നിനെയും ആവാഹിക്കാൻ പറ്റില്ല. ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ആവാഹിച്ച് വെള്ളിപ്രതിമയെ കൊണ്ടുവന്ന് മറ്റേ അമ്പലത്തിൽ ഇട്ടു, വെറുതെയാണ്. ഇത് ഞാൻ പറയുന്നതുകൊണ്ട് തിരുമേനിമാരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു പ്രേതങ്ങളെയും ആവാഹിക്കാൻ പറ്റില്ല, ഒരു പ്രേത സാന്നിധ്യങ്ങളെയും വെള്ളിപ്രതിമയിൽ ആവാഹിക്കാൻ പറ്റില്ല. അതിനൊരു ചടങ്ങുണ്ട്. മോക്ഷപ്രാപ്തിയേ ഉള്ളൂ. മോക്ഷപ്രാപ്തി കൊടുക്കുന്നത് പിതൃക്കൾക്ക് അന്നം വെച്ച് കൊടുക്കണം. ഇത് ധൂമാവതി എന്ന് കാക്കയാണ്. ആ ധൂമാവതിയുടെ ഒരു ഹോമമുണ്ട് പ്രത്യേകം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃക്കൾക്ക്, നമുക്ക് വേണ്ടി ജീവിച്ചിരുന്ന, നമുക്ക് വേണ്ടി അന്നം കഴിച്ചിരുന്ന നമ്മുടെ തലമുറകൾക്ക് നമ്മൾക്കുള്ള ഊർജവും നമുക്ക് നല്ല മുഖവും ശരീരവും തന്നിരുന്ന പിതൃക്കൾ, ആ പിതൃക്കൾക്ക് ശക്തി കൊടുക്കണം. അവർ പുനർജനിക്കണം. നിനക്ക് നല്ല സന്താനം ജനിക്കണോ? സന്താനം ജനിക്കണമെങ്കിൽ നീ പിതൃകർമ്മങ്ങൾ ചെയ്ത് ആ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കണം. ആ പിതൃക്കൾക്ക് മോക്ഷം കൊടുത്താൽ മാത്രമേ നിനക്ക് സന്താനം ജനിക്കുകയുള്ളൂ. ഒരുപാട് തെളിവുകളുണ്ട്. എത്ര തെളിവുകൾ വേണം? എത്ര പേരുടെ ഫോൺ നമ്പർ വേണം? അല്ലാതെ നമ്മൾ ചില സിദ്ധാന്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവുമില്ല, വെളിച്ചപ്പാടുമില്ല, അമ്പലങ്ങളുമില്ല, ക്ഷേത്രവുമില്ല, കുറിയിട്ടവനെയൊക്കെ അടിച്ച് നിലംപരിശാക്കാമെന്ന് വിചാരിച്ചാൽ സന്താന പരമ്പരകളില്ലാന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മലമൂത്ര വിസർജനം കിടന്ന് മരിക്കേണ്ടി വരുന്നതിൻ്റെ തെളിവ് ഞാനത് കാണുന്ന ആളല്ലേ. ഞാൻ വെറും നോവൽ മാത്രം എഴുതുന്ന ആളല്ല. മനുഷ്യൻ്റെ ഫലങ്ങൾ വളരെ കൃത്യമായി പറയുന്ന കർണേഷ് ഉപാസകനാണ്. എൻ്റെ കാതിൽ പറയുന്നത് ഇതാണ്. ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ എനിക്കതും ആവശ്യമില്ല. ഒരു രൂപ നാണയം മേടിച്ചിട്ടാണ് ഫലം പറയുന്നത്. ഉള്ള അമ്പലം അവിടെ അമ്പലം പണിയുന്നുണ്ട്, അവിടെ കൊടുത്തേക്കാൻ പറയും. അതുകൊണ്ട് പിതൃബലി, പിതൃക്കളുടെ ബലി. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബലിച്ചോറ് വെച്ച കർക്കിടവാവിന് ഒരു ദിവസം സ്വർഗ്ഗവാതിൽ തുറക്കുകയുള്ളൂ. അന്ന് പിതൃക്കളിൽ വിശന്ന് നിന്ന് വരുമ്പോൾ നമ്മൾ അത് നമ്മുടെ സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ സന്താന പരമ്പരകളില്ലെങ്കിൽ, കുടുംബത്തിന് സർവനാശം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഏത് പിതൃവാണോ ദുരിതപ്പെട്ട് നിൽക്കുന്നത്, എങ്ങനെയാണോ ആ പിതൃ മരിച്ചത്, അവരുടെ മനോദുഃഖം കൊണ്ടാണോ മരിച്ചത്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കുടുംബക്കാർ ഇവിടെ വന്നു, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സഹോദരി കല്യാണം കഴിക്കാത്ത, അവരുടെ സ്വത്ത് അച്ഛന് കിട്ടിയോ, അപ്പൂപ്പന് കിട്ടിയോ? അതൊക്കെ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? അതെല്ലാവരുടെ വീതം വെച്ചെടുത്തു. സർവനാശമാണ്.
ആ സ്ത്രീ മനോദുഃഖപ്പെട്ടു, എനിക്ക് ഭർത്താവില്ലല്ലോ, എനിക്ക് കുട്ടികളില്ലല്ലോ, അപ്പോൾ എൻ്റെ കുലം നശിച്ചു പോയില്ലേ. അവർക്കൊരു പിതൃ ബലിയിടാൻ പോലും ആരുമില്ല, അവർക്ക് ബലികർമ്മം ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ പിതൃബലികൾക്ക്, പിതൃക്കളുടെ ബലികൾക്ക്, അത് അന്ന് ഒരു ദിവസം മാത്രമല്ല, അത് നമ്മൾ ഈ പിതൃബലി എത്ര ചെയ്താലും, ഇപ്പോൾ രാമേശ്വരത്ത് കൊണ്ടേ ഒഴുക്കി കളഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. അവിടെ പോയി ബലിയിട്ടു നമ്മൾ, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല. കാശിയിൽ പോയി നമ്മളെല്ലാം തീർത്തു. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ, നമുക്ക് ബോധമുള്ള കാലം വരെ പിതൃക്കളെ ഓർക്കുകയും ആ സ്മരണകളോടൊത്ത് ജീവിക്കുകയും, അവർ തന്നതിൻ്റെ ബാക്കിയാണ്, അവർ തന്ന ചോരയും നീരിൻ്റെയും ബാക്കിയാണ്, അവരുടെ സമ്പത്തിൻ്റെ ബാക്കിയാണ് നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതെന്നും, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും ഒരംശം അവരുടേതാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ സന്താനങ്ങൾ ലഭിക്കുള്ളൂ, ഉത്തമ സന്താനം ലഭിക്കുള്ളൂ. സമ്പത്ത്, മനസ്സമാധാനവും ശാന്തി ഒക്കെ അവിടെ സ്വത്തും പണവും നിൽക്കട്ടെ, സമാധാനവും ശാന്തിയോടുകൂടി മൃത്യുവിലേക്ക് ചെന്ന് ചേരണമെന്നുണ്ടെങ്കിൽ സ്മരണകൾ, ആ സ്മരണാഞ്ജലി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഇത്ര സ്മരണ എന്ന് കേട്ടിട്ടില്ലേ, ആ സ്മരണ വളരെ, അത് ഏത് ജാതിയോ ഏത് മതത്തിലോ ഏതിൽപ്പെട്ടവരായിക്കോട്ടെ, നിനക്ക് ജീവനുണ്ടെങ്കിൽ, ഞാനിവിടേക്കൊന്നും ഒരു ചെടികളെയും തൊടുപോലുമില്ല, കാരണം വളരുന്നതെല്ലാം ജീവനുണ്ട്, ജീവനുള്ളത് മാത്രമേ വളരുകയുള്ളൂ. ആ വളർന്നതിനെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ 1% പാപം നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് പിതൃബലികൾ അതൊരു വലിയ സബ്ജക്റ്റാണ്. ഈ എന്തിനാണ് പിതൃക്കൾക്ക് ബലിയിടുന്നതെന്നുള്ളത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താനല്ല, ഞാൻ അതിൻ്റെ ഒരു സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി അതിനുള്ള സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബലികൾ. എന്ത് തരത്തിലുള്ളതാണെങ്കിലും, നമുക്ക് ദുരിതം വന്നിട്ടുണ്ടെങ്കിലും അതിന് പിതൃക്കളുടെ ബലിക്ക് വളരെ ശാന്തി ഉണ്ടാക്കുന്നുള്ള, സന്താനങ്ങൾ ജനിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. ഈ അനന്തഭദ്രം സിനിമ ഇറങ്ങിയ സമയത്ത് മുതൽ അങ്ങോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, പരകായ പ്രവേശം, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഈ വാക്കുകളൊക്കെ മലയാളികൾക്ക് കൂടുതൽ പരിചിതമായത് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, സത്യത്തിൽ ഈ പരകായ പ്രവേശമൊക്കെ സാധ്യമാണോ? പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്കൊരാളെ സ്വാധീനിക്കുക. ഇപ്പോൾ എൻ്റെ സ്വഭാവം, എൻ്റെ ശിഷ്യന്മാർ 5 പേരുണ്ട്, അവർ എന്നെ സ്വാധീനിക്കുക, ഞാൻ ജയിക്കുന്ന വേഷങ്ങൾ ധരിക്കുക, ഞാൻ പെരുമാറുന്ന പോലെ പെരുമാറുക, എൻ്റെ സ്വഭാവ രീതികൾ, ഇതും പരകായമാണ്. ഓക്കെ, അവനിലെ ഇന്നത്തെ കാലഘട്ടം എടുക്കും. പക്ഷെ പണ്ട് ദശരഥ മഹാരാജാവ്, ആ എണ്ണദ്രോണിയുടെ സങ്കല്പം തന്നെ ഞാൻ പറഞ്ഞുതരാം. ദശരഥ മഹാരാജാവ് മരിക്കുമ്പോൾ ശ്രീരാമൻ വനത്തിലായിരുന്നു. അപ്പോൾ ഈ ശരീരം നശിക്കാതിരിക്കാനായിട്ട് ഒരു എണ്ണദ്രോണി എന്നാണ് പറയുന്നത്, അതുണ്ടാക്കി ദിവ്യ ഔഷധങ്ങളിട്ട് കിടത്തിയിരുന്നു. അപ്പോൾ മരിച്ച സമയത്തെ താപം എത്രയാണോ ആ താപം അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ടാണ് ദിഗംബരൻ എണ്ണദ്രോണിയിൽ പ്രവേശിച്ച് കിടന്നിട്ട് ആ ശരീരത്തിൻ്റെ താപം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവൻ്റെ ആത്മാവ് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നത്. പ്രേതസ്വാധീനം, ആത്മാവിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് തന്ത്രമാന്ത്രികത്തിൽ വളരെ പ്രധാനം. ഒരാൾക്കൊരാളെ സ്വാധീനിക്കാൻ കഴിയുക. ഇപ്പം സ്വാമിയെപ്പോലെ എഴുതണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് സ്വാമിയെപ്പോലെ എഴുതണം, ഇല്ലെങ്കിൽ എനിക്ക് സ്വാമിയെപ്പോലെ ഇങ്ങനെ ഉപാസകനാവണം, സ്വാമിയെപ്പോലെ ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ സ്വാമി കള്ളനാണ്, ആ കള്ളനെ പോലെ ആകണം എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നവരിലെല്ലാം തന്നെ ഈ പരകായത്തിൻ്റെ സ്വാധീനമുണ്ട്. മറ്റൊരാളെ പോലെ നമുക്കായിത്തീരുക, മറ്റൊരാളെ പോലെ ആയിത്തീരാനായിട്ടുള്ള ആ ഒരു യാത്രയുണ്ട്. ആ യാത്രയാണ് അതിലുള്ളത്. പക്ഷേ പണ്ട് കാലത്ത് മാന്ത്രികന്മാർ ശരീരത്തോട് തന്നെ കൺകെട്ടിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്നതറിയാതെ അവൻ്റെ ശരീരം സഞ്ചരിക്കും, നമ്മുടെ നഗ്നനേത്രങ്ങളിൽ കാണാൻ പറ്റില്ല, അതും പരകായമാണ്. അവൻ സഞ്ചരിക്കുകയാണ്, അവനെ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ സഞ്ചരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒടിയൻ സങ്കല്പത്തിനകത്ത് അങ്ങനെയൊക്കെ ചിലർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റത് ചില അറുകൊല എന്നൊക്കെ പറയുന്ന വിളി കേൾക്കും അങ്ങറ്റം. ചില വീടുകളിൽ കിടക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇവിടെ അറുകൊല വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? കേൾക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സഞ്ചാരമാണ്, അതിൻ്റെ ഒരു പാതയുണ്ട്. ആ പാത വഴി അതിഭീകരമായി സഞ്ചരിച്ച് ചിതറി നിലവിളിക്കും. ഇതൊക്കെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളഞ്ഞാൽ നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മൾ ഇതിനെയൊക്കെ നിഷേധിക്കുകയും, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൽ സത്യനാരായണൻ ഒരാൾ വിളിച്ചു, സ്വാമി കൈ കൊണ്ട് തേങ്ങ പൊക്കുകയല്ലേ എന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ബ്രെയിനിൻ്റെയാണ്. ഞാൻ പൊക്കി കാണിച്ചു തരാം. ഒരു വിരലിൻ്റെ ആവശ്യമില്ല. നമ്മൾ തേങ്ങ വരുമെന്ന് പറഞ്ഞാൽ തേങ്ങ എഴുന്നേറ്റ് വരും, പോകുമെന്ന് പറഞ്ഞാൽ പോകും. ഇവിടെയുള്ള എല്ലാം ചലിപ്പിക്കാൻ പറ്റും. അത് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ശക്തിയാണ്, ഇതൊരു ശക്തിയാണ്. അത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മന്ത്രജാലം, എനിക്കത് മന്ത്രജാലം ഒന്നും അറിയില്ല, പക്ഷേ മാന്ത്രികം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്.
പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും തുടരുത്. ഒരാളെ കൈകൊണ്ട് കെട്ടിപ്പിടിക്കുക പോലും ചെയ്യരുത്, ഒരാളെ സ്പർശിക്കുന്ന പോലും വളരെ സൂക്ഷിക്കണം എന്ന് തന്ത്രമാന്ത്രികത്തിൽ നിന്ന് പഠിച്ചതാണ്. ഈ അനന്തഭദ്രത്തിന് ശേഷമാണോ മാന്ത്രികം പഠിക്കണമെന്ന് പഠിച്ചത്? അനന്തഭദ്രമല്ല, ഞാൻ ജീവിതം ഇങ്ങനെ തകർന്നു പോയപ്പോൾ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് എല്ലാം വിട്ടുകൊടുത്തിട്ട് ഞാൻ മനസ്സുകൊണ്ട് വിട്ടുകൊടുത്തിട്ട് യാത്രയായിരുന്നു. അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയുള്ള യാത്രയല്ല, അങ്ങനെയുള്ള യാത്ര. കുറച്ചു കാലം കോഴിക്കോട് താമസിച്ചു. അവിടെ നിന്നും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ചൂഷണത്തിന് വിധേയരാകുന്ന ഒരവസ്ഥയാണ് മനുഷ്യരെന്ന് മനസ്സിലായപ്പോൾ ജീവിതം മടുത്തിട്ടൊരു ഹിമാലയ യാത്ര. ആദ്യം ഒരിക്കൽ പോയി അവിടെ നിന്ന് ദർശനങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് യാത്രയായിരുന്നു. അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടോ ജീവിക്കാനോ വേണ്ടിയിട്ടായിരുന്നില്ല, അതങ്ങനെ ഒരു യാത്രയായിരുന്നു. ആ യാത്രയിലുടനീളം കണ്ടുമുട്ടിയ വ്യക്തികളുണ്ട് ഒക്കെ. അപ്പോൾ നമുക്കിതൊന്നും ഇവിടുത്തെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. ആണോ അത്ഭുതങ്ങൾ, അവർക്ക് പ്രശസ്തി വേണ്ട, ധനം വേണ്ട, പുസ്തകം എഴുതണ്ട, സിനിമ ഉണ്ടാക്കേണ്ട, ഒന്നും വേണ്ട. അവരുടെ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അല്ലേ. പ്രേതങ്ങൾ എത്രയോ പേരെ കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യ ഭയങ്കര കമ്മ്യൂണിസ്റ്റായിരുന്നു, ഭീകര കമ്മ്യൂണിസ്റ്റായിരുന്നു. പക്ഷേ എന്നെ തൊട്ടുകൊണ്ട് നോക്കിയാൽ കാണും. ഹൈമവതി എന്ന് പറയുന്ന അവർ എന്നെ പറഞ്ഞിട്ടുണ്ടത്, നമ്മുടെ അവിടെയുള്ള ഹൈമവതി രാത്രി 1 മണിക്ക് ഇറങ്ങി നടക്കുന്ന കാണിച്ചു കൊടുത്തു. തൊട്ട് നോക്കിക്കോളാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നു റോഡിൽ കൂടെ. ഞാൻ വണ്ടി കൊണ്ട് അടുത്ത് നിർത്തി കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊക്കെ ഉണ്ടെന്ന്. ആറന്മുള ഒരു സ്ഥലത്ത് ഒരു ഫലം പറയാൻ വന്ന ഒരുത്തൻ വാഴ മുഴുവൻ വെട്ടിമുറിക്കിട്ട് എൻ്റെ മുമ്പിൽ വാള് വെട്ടി. ഞാൻ നീ വെട്ടിക്കൂടാന്ന്. അപ്പോൾ അവന് വെട്ടാണ്ട. ആ വീട്ടിലെ ദുരന്തങ്ങൾ പറഞ്ഞിട്ട് അത് നശിച്ചു പോയി, ആ വീട് നശിച്ചു പോകും. ഞാൻ രാത്രി സഞ്ചരിക്കുമ്പം ഒരിടത്ത് വണ്ടി നിർത്തി, ഉറക്കം വന്നപ്പോൾ നിർത്തിയപ്പോൾ ഡോറിൻ്റെ അപ്പുറത്ത് ഒരു മൂക്കുത്തിയൊക്കെ ഇട്ട് മുടിയൊക്കെ കൊടുത്ത് തൈര് വേണോ എന്ന് ചോദിച്ചു അവരടുത്ത്. അപ്പോൾ ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയായ ഒരാൾ, ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ മനസ്സിപ്പോൾ വെളിയിറങ്ങി നമ്മളിവിടെ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. നമ്മളെ വിശ്വസിപ്പിക്കാൻ പോയിട്ടുള്ളതല്ല. ഇപ്പം നിങ്ങൾ പ്രേതബാധയുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പിന്നെ ഞാൻ ചില വീഡിയോകളിലൊക്കെ പ്രേത സാരി എടുത്തുകൊണ്ട് ഇതൊന്നുമില്ല, അത് ധൂമപടലമാണ്, അതിനൊരു രൂപമൊന്നുമില്ല. അത് രൂപം നമുക്ക് ദർശിക്കാൻ പറ്റും, ഇന്ന ആളാണ് ഇങ്ങനെ അത് കാണാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ സുമതി വളവ് എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. സുമതി വളവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, സുമതി കഴുത്തർത്ത സ്വന്തമാണ് ഇവരെ കുരുക്കാനായിട്ട്. സുമതി സ്വന്തമായിട്ട് കഴുത്തറക്കുമായിരുന്നു ഇവരെ കുരുക്കാൻ. ആത്മഹത്യയായിരുന്നു. അല്ലേ, ഒരു പ്രതിയായി അവർ പോയി. അവരുടെ കുലം മുഴുവൻ നശിച്ചു, അവൻ്റെ കാല് പോയി, ആ കുടുംബം മുഴുവൻ ശിഥിലമായി അവരുടെ. അത് അല്ല, അവിടെ ഈ പ്രേതബാധയുണ്ടോ? പോയിട്ടുണ്ടോ സുമതി വളവ്? ഇല്ല, ഞാൻ പോയിട്ടില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ വേറെ എന്നാവും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ നിർത്തി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരെ കൊന്നതല്ല, അവർ സ്വയം അവരുടെ നിന്ന് തന്നെ ഇവർ കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അവരെ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവരത് ഞാനൊന്ന് പകൽ പോയിരുന്നോട് അവിടെ രാത്രി പോകണം. അമാവാസി ദിവസം രാത്രി 2-ാം യാമത്തിൽ കറക്റ്റായിട്ട് പോയാൽ എൻ്റെ ചലനങ്ങൾ കേൾക്കാൻ പറ്റും. ഞാനത് ജോർജ് മാത്യു സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മെമ്മറീസ് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇത് ഓരോരുത്തരുടെ ഇപ്പം അദ്ദേഹത്തിന് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ പറയുള്ളൂ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഉള്ളതില്ലേ പറയാൻ പറ്റൂ. പ്രേതബാധ എന്ന് പറയും. ഇപ്പം ഞാൻ ഈ കാന്തൽ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടാം. ഞാൻ കരിങ്കിലൊരാൾ ഉണ്ട്, അയാൾ ആ കരിങ്കിലിൻ്റെ അവിടെ അവിടെ വീണ് മരിച്ച ഒരാളാണ്. ഇവിടെ ഒരു 2 പ്രേതാത്മാക്കൾ സഞ്ചരിക്കുന്നുണ്ട്. അതൊരു ബ്രാഹ്മണ സ്ത്രീയും ബ്രാഹ്മണനുമാണ്. ആൾക്കാർക്കറിയാം. അത് നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്കറിയാൻ പറ്റുന്ന, ഇല്ലാത്തല്ലോ പറയുന്നത്. മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഇത് മൃത്യു. ഇപ്പം ഒരാളെ ഞാൻ അടുത്ത കാലത്ത് രാജേഷ് എൻ്റെ കൂടെ ഉള്ള ഒരാളുണ്ട്. പുള്ളിയുടെ ഞാൻ പറഞ്ഞാൽ അച്ഛൻ എവിടെ ഇരിക്കുന്നു, അച്ഛൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സമയമായി, അച്ഛനെ ലേറി കാണാം. 10 മണിയാകുമ്പോൾ അച്ഛൻ പോയി. നമ്മളെപ്പോഴാണ് പോകുന്നത് എനിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഏതെങ്കിലും ഒരു ഫീസ് വെച്ചാൽ ലൈറ്റ് കത്തൂ? ഇല്ല. നെഗറ്റീവ് കൂടെ വെച്ചാൽ മാത്രമേ ആ ലൈറ്റ് കത്തൂ. നെഗറ്റീവിന് ശക്തി കൂടുതലാണ്. ഈ നെഗറ്റീവ് എനർജികൾ ആളുകളെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? അപ്പോൾ ഉപദ്രവിക്കുക എന്നുള്ളത് ചിലത് അവൻ്റെ ഈ മരിച്ച ആളിൻ്റെ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യും. ഈ ജന്മത്തിൽ അവനൊന്നും ചെയ്തതൊന്നുമില്ല. എൻ്റെ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എത്ര ജന്മം കഴിഞ്ഞാലും നീ അതിനകത്ത് ദിഗംബരൻ്റെ അടുത്ത് അവൾ പറയുന്നില്ലേ, നീ എത്ര ജന്മം ജനിച്ചാലും നിന്നെ ഞാൻ ഇല്ലാതാക്കിയിട്ടേ പോവുള്ളൂ, ഞാൻ നിന്നെ വിടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പറയുന്നത് ആ ഡയലോഗിനകത്ത് അർത്ഥമുണ്ട്. നീ എത്ര ജന്മം ജനിച്ചു വന്നാലും നിന്നെ ഞാൻ വിടില്ല, അത് ഞാൻ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഇതൊരു വലിയ പ്രേതവിഷയങ്ങൾ, പ്രേത പുസ്തകങ്ങൾ, പ്രേതാനുഭവങ്ങൾ, ഇതെല്ലാം
ഒരാൾക്ക് എന്നോട് ഞാൻ പറയുന്നത് അഹങ്കാരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ஆனால் എനിക്ക് ബോധ്യപ്പെടുന്നതാണ് ഞാൻ എഴുതുന്നത്. അല്ല, ഈ ഇത്തരം കഥകൾ കേട്ടിരിക്കാൻ മാത്രമേ എനിക്കിപ്പോൾ സാധിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് അലക്സാണ്ടർ ജേക്കബ് IPS അദ്ദേഹമായിരുന്നു അതിഥി. അദ്ദേഹം ഒരു 2 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ കേട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ. കാരണം നേരത്തെ ആയിരുന്ന ഒരു 8 മാസം 9 മാസം മുമ്പുണ്ടായിരുന്ന രോഹിത്തായിരുന്നെങ്കിൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തേനെയായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയത്. ചോദ്യം ചെയ്യപ്പെട്ടാൽ തന്നെ അതിന് മറുപടിയുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടും. നിങ്ങളൊരു എന്നെ വിളിക്കൂ, ഇതാ ഇന്ന സ്ഥലത്ത് സ്വാമി ഒരു പ്രേതബാധയുണ്ടെന്ന് പറയും. നിങ്ങൾ പക്ഷേ എൻ്റെ കൂടെ വരണം രാത്രി 12 മണിക്ക്. 2 മണിക്ക് എൻ്റെ കൂടെ നിങ്ങൾ വേണം. ഇതാ എൻ്റെ കാട് കയറി പാലക്കാട് ഒരു സ്ഥലത്താണ്. ഞാനത് ചോദിക്കാനിരിക്കുകയാണ്. എൻ്റെ ശരീരം മുഴുവൻ കയറി കിടക്കുവാണ്. അത് എങ്ങനെ കയറുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചോരി ഇരിച്ചിരിക്കും ശരീരത്തിൽ. ഈ 2 കാലുകളും പോയി കിടക്കും. അത് മുഴുവൻ പാടുകളാണ്. എന്നെ പിടിക്കും. അതെ, ഒരു പ്രശസ്തനായ ഒരാളുടെ ഭാര്യ, അവരും പ്രശസ്തയാണ്, എന്നോട് പറഞ്ഞതാണ്. അവരൊരു വീട്ടിൽ പോവും. സ്ഥിരമായി ആ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് കിടക്കാൻ ഒരു റൂം അവിടെയുണ്ട്. അവരൊരു ആവശ്യത്തിന് പോകുന്ന സ്ഥലമാണ്, അവരുടെ ഏറ്റവും അടുത്ത ആളാണ്. പക്ഷേ ഒരു തവണ ചെന്നപ്പോൾ ഇവരുടെ മക്കളൊക്കെ വിദേശത്ത് നിന്ന് വന്നതുകൊണ്ട് ഇവർക്ക് മറ്റൊരു ചെറിയ റൂമാണ് ഇവർ ഒരുക്കി കൊടുത്തത്. രാത്രിയിൽ ഇവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, അങ്ങനെ വിശ്വാസിയുമല്ല. അന്ന് രാത്രിയിൽ ഇവർ കുളിയെല്ലാം കഴിഞ്ഞ് ബെഡിൽ ചെന്നിരുന്നു. പെട്ടെന്ന് ആരോ പിടിച്ചു തള്ളുന്ന പോലെ അവർക്ക് തോന്നി. കസേരയിൽ പോയിരുന്നു, അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. വീട്ടുകാരൊക്കെ ഉറങ്ങി. ഇവർ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാൻ പറ്റാതെ അവിടെ നടക്കുകയാണ്. രാവിലെ ആയപ്പോൾ ഈ വീട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു അത്രേ, ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ചോദിച്ചു പറഞ്ഞു, കുഴപ്പമുണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛൻ കിടന്ന മുറിയാ. ആ മുറിയിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കിടക്കയും പ്രിയപ്പെട്ട കസേരയാണ്. 30 ദിവസമായിട്ടുള്ള അദ്ദേഹം മരിച്ചിട്ട് സമ്മതിയില്ല. ഇപ്പം ഞാൻ ദുബായ് ഡൽഹിയിലൊരു മുറി, എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. ഞാൻ കിടന്നുറങ്ങി, ഫോൺ ബെല്ലടിക്കുകയാണ്. 3 പേരും തപ്പുവാണ് മുറിക്കകത്തത്. എവിടെയാണെന്ന് ഈ ഫോൺ ബെല്ല് കേൾക്കുന്നത്? ബാത്റൂമിലാണ്. അവിടെ ഫോണില്ല. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. 2 മിനിറ്റ് കൊണ്ടും എനിക്ക് മനസ്സിലായി എന്താണെന്ന്. ഞാൻ താഴെ കൗണ്ടറിൽ രാവിലെ ചോദിച്ചു, ആ ബാത്റൂമിൽ നിന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ആ ഒരു വിദേശ വനിത. അവരവിടെ ഇരുന്നുകൊണ്ട് അറ്റാക്ക് വന്ന് അവിടെ ആ ബാത്റൂമിൽ തന്നെ വീണ് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഇവർ ഫോൺ ചെയ്യുകയാണ്. ആരും വന്നില്ല. ഈ ആരാണോ ഫാമിലി ആയിട്ട് അതിനകത്ത് ആരെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ മണിശബ്ദം കേൾക്കും. ഇല്ല, ഒറ്റക്കാണെങ്കിലില്ല. ഇല്ല, ഫാമിലി. കാരണം അവരെ കൂടെയുള്ളവർ പുറത്ത് പോയി, അവർ തിരിച്ചു വന്നില്ല. അപ്പം ഇതിനൊക്കെ കാരണങ്ങളുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നെ ഒരാൾ വിളിച്ചുകൂടെ, സ്വാമി എന്തിനാണ് ഈ അന്ധവിശ്വാസം ഇങ്ങനെ പടർത്തുന്നത്? ഞാൻ ചോദിച്ചു, എന്ത് അന്ധവിശ്വാസം? ഇയാൾ കേൾക്കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, സ്വാമി അന്ധവിശ്വാസമല്ലേ പടർത്തുന്നത്? സ്വാമി അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ. അപ്പം ഞാൻ നിർത്തി. കഴിഞ്ഞോന്ന് ചോദിച്ചു. കഴിഞ്ഞു. ഇയാളെ ഒരു വളവിൽ വെച്ച് ഓട്ടോ മറിഞ്ഞ് 2 വിരൽ പോയി, 8 വിരലല്ലേ ഉള്ളൂ. ഇത് വെച്ചോണ്ടാണ് ഇയാൾ വർത്താനം പറയണമെന്ന് നിർത്തി. പിറ്റേ ദിവസം ഇവിടെ ഇരിക്കുന്നത് സ്വാമി അല്ലേ? 20, 5, 5, 10 വിരലുള്ള ആൾ 2 വിരൽ പോയിട്ട് 8 വിരലുമായിട്ട് ജീവിക്കുന്ന ഒരാളെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ തോന്നലുകളിൽ നിന്ന് നമ്മൾ പറയുന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമ്മുടെ യാത്രകളിലും ഇല്ലെങ്കിൽ ഭൗതികമായി ജീവിക്കുന്ന ഒരാളിനെ ഇങ്ങനെ വഴിതെറ്റിച്ച് മറ്റൊരവസ്ഥയിലും ഉണ്ടാക്കി എത്രയോ ആൾക്കാർ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരില്ലേ? അതൊക്കെ ഉണ്ടാവും. അത് കാലഘട്ടം അങ്ങനെയാണല്ലേ? അല്ല പിന്നെ മഹാഭാരത യുദ്ധം യുദ്ധം കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ എന്തിനാണ്? അതുകൊണ്ട് മരണവും മരണാനന്തര ശേഷവും നമ്മൾ ദഹിപ്പിച്ചു കഴിഞ്ഞ് മരണാനന്തര ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ അവസ്ഥയും ജീവിതങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഗതി കിട്ടാൻ നടക്കുന്ന പ്രാണാത്മാക്കളെ കുറിച്ചുള്ള വലിയ സബ്ജക്റ്റാണ്. ഉറപ്പായിട്ടും അത് ഒരു വാക്കിൽ തീരുന്നതോ ഒരു എപ്പിസോഡിൽ തീരുന്നതല്ല.